നമസ്കാരം. ഡ്രീം കിച്ചൺ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് തേങ്ങ. മിക്ക കറികളിലും ചമ്മന്തിയിലും തോരനിലും പായസത്തിലുമൊക്കെ നമ്മൾ തേങ്ങ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഒരു പ്രശ്നം എല്ലാവർക്കും ഉണ്ടാകും. ഇന്ന് വാങ്ങിയ തേങ്ങ 2-3 ദിവസത്തിനുള്ളിൽ കേടാകും. ചിലപ്പോൾ മുറിച്ചു വെച്ചാൽ നിറം മാറും, ചിലപ്പോൾ ദുർഗന്ധം വരും, ചിലപ്പോൾ പൂപ്പലും പിടിക്കും. അപ്പോൾ പലരും വിചാരിക്കും, ഫ്രിഡ്ജിൽ വെച്ചതല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ ചെറിയ ചെറിയ ചില തെറ്റുകളാണ് നമ്മൾ അറിയാതെ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് തേങ്ങ കൂടുതൽ ദിവസം ഫ്രഷായി സൂക്ഷിക്കാൻ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കൂ. അവസാനത്തിൽ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചാൽ തേങ്ങയുടെ ഫ്രഷ്നെസ് കൂടുതൽ കാലം നിലനിർത്താൻ സഹായിക്കും. അപ്പോൾ വീഡിയോ തുടങ്ങാം. ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല തേങ്ങ വാങ്ങുക എന്നതാണ്. പലരും വില മാത്രം നോക്കിയാണ് തേങ്ങ വാങ്ങുന്നത്. പക്ഷെ വാങ്ങുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പിന്നീട് നിരാശപ്പെടേണ്ടി വരില്ല. ആദ്യം തേങ്ങ കയ്യിലെടുത്ത് കുലുക്കി നോക്കൂ. അകത്ത് വെള്ളത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അത് സാധാരണ നല്ല ലക്ഷണമാണ്. അതിനുശേഷം തേങ്ങയുടെ പുറംഭാഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. എവിടെയെങ്കിലും വലിയ വിള്ളലുണ്ടോ, പൂപ്പൽ പോലെയുള്ള പാടുകളുണ്ടോ, അല്ലെങ്കിൽ അസാധാരണമായ ദുർഗന്ധമുണ്ടോ? ഇതൊക്കെ കണ്ടാൽ അത്തരം തേങ്ങ വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പുറത്തുനിന്ന് ചെറിയ പ്രശ്നം പോലെ തോന്നിയാലും അകത്ത് കേടാകാൻ തുടങ്ങിയിട്ടുണ്ടാകാം. നല്ല തേങ്ങ തിരഞ്ഞെടുക്കുന്നത് തന്നെ പിന്നീട് കൂടുതൽ ദിവസം ഫ്രഷായി സൂക്ഷിക്കാൻ സഹായിക്കുന്ന ആദ്യത്തെ കാര്യമാണ്. ഇനി തേങ്ങ ഫ്രിഡ്ജിൽ എവിടെയാണ് വെക്കേണ്ടത്? ഇതും പലർക്കും അറിയാത്തൊരു കാര്യമാണ്. പലരും ഫ്രിഡ്ജിന്റെ ഡോറിലാണ് തേങ്ങ വെക്കുന്നത്. പക്ഷേ ഓരോ തവണ ഫ്രിഡ്ജ് തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും ഡോറിലെ താപനില മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് മുറിച്ച തേങ്ങ ഫ്രിഡ്ജിന്റെ അകത്തെ ഷെൽഫിൽ വയ്ക്കുന്നതാണ് നല്ലത്. അവിടെയാണ് താപനില കൂടുതൽ സ്ഥിരമായി നിലനിൽക്കുന്നത്. അതിനാൽ തേങ്ങയുടെ ഫ്രഷ്നെസ് കൂടുതൽ സമയം നിലനിർത്താൻ സഹായിക്കും. ചെറിയ കാര്യമാണെന്ന് തോന്നും, പക്ഷേ ഇത് ശരിക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ്. ഇനി ചിരവിയ തേങ്ങയെക്കുറിച്ച് പറയാം. വീട്ടിൽ പലരും ഒരേ ദിവസം 4-5 തേങ്ങ ചിരകി ഒരു വലിയ ഡബ്ബയിൽ സൂക്ഷിക്കാറുണ്ട്. ഇത് സൗകര്യപ്രദമാണെന്ന് തോന്നുമെങ്കിലും അത്ര നല്ല രീതിയല്ല. കാരണം എല്ലാ ദിവസവും അതേ ഡബ്ബ തുറക്കുകയും അടക്കുകയും ചെയ്യുമ്പോൾ അകത്തുള്ള തേങ്ങയ്ക്ക് വായുവും നനവുമേൽക്കാൻ സാധ്യത കൂടും. അതുകൊണ്ട് ചിരവിയ തേങ്ങ ചെറിയ ചെറിയ പാക്കറ്റുകളായി മാറ്റി സൂക്ഷിക്കുന്നതാണ് നല്ലത്. ഒരു പാക്കറ്റിൽ ഒരു ദിവസത്തേക്ക് ആവശ്യമായ അളവ് മാത്രം വെക്കുക. പാചകം ചെയ്യുമ്പോൾ ആ ഒരു പാക്കറ്റ് മാത്രം പുറത്തെടുക്കാം. ബാക്കി പാക്കറ്റുകൾ അതേപോലെ ഫ്രഷായി തുടരും. ഇത് സമയം ലാഭിക്കാനും സഹായിക്കും. ഇനി ഒരു ചെറിയ ശീലം മാറ്റിയാൽ മതി. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുന്ന തേങ്ങ എടുക്കുമ്പോൾ എപ്പോഴും വൃത്തിയുള്ളതും ഉണങ്ങിയതുമായ സ്പൂൺ മാത്രം ഉപയോഗിക്കുക. ചിലപ്പോൾ പാചകം ചെയ്യുന്നതിനിടെ ഉപയോഗിച്ച സ്പൂൺ തന്നെ വീണ്ടും തേങ്ങ എടുക്കാൻ ഉപയോഗിക്കാറുണ്ട്. അതിൽ വെള്ളമോ എണ്ണയോ മസാലയോ ഉണ്ടായിരിക്കാം. ഇത് തേങ്ങ വേഗം കേടാകാൻ കാരണമാകാം. അതുകൊണ്ട് ഓരോ തവണയും വൃത്തിയുള്ള സ്പൂൺ ഉപയോഗിക്കുന്നത് ഒരു നല്ല ശീലമാണ്. ചെറിയ കാര്യമാണെന്ന് തോന്നിയാലും ഇതിലൂടെ തേങ്ങയുടെ ഗുണനിലവാരം കൂടുതൽ സമയം നിലനിർത്താൻ സഹായിക്കും. ഇനി അവസാനത്തെ ഒരു ബോണസ് ടിപ്പ്. നമ്മൾ പലപ്പോഴും തേങ്ങയെക്കുറിച്ച് മാത്രം ശ്രദ്ധിക്കും. പക്ഷേ ഫ്രിഡ്ജ് തന്നെ വൃത്തിയല്ലെങ്കിൽ അതിന്റെ ഗുണം കുറയും. അതുകൊണ്ട് മാസത്തിൽ ഒരു തവണയെങ്കിലും ഫ്രിഡ്ജും ഫ്രീസറും നന്നായി വൃത്തിയാക്കുക. പഴയ ഭക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എടുത്തു കളയുക. ചോർന്ന ഭക്ഷണങ്ങൾ ഉടനെ തുടച്ചു മാറ്റുക. ഫ്രിഡ്ജ് വൃത്തിയായിരിക്കുമ്പോൾ ഭക്ഷണ സാധനങ്ങൾ കൂടുതൽ സുരക്ഷിതമായി സൂക്ഷിക്കാൻ കഴിയും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ടിപ്പുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായി തോന്നിയത് ഏതാണ്? കമന്റിൽ എഴുതാൻ മറക്കരുത്. ഇത്തരം കിച്ചൺ ടിപ്സ്, ഫുഡ് സ്റ്റോറേജ് ടിപ്സ്, ഹോം ടിപ്സ് എന്നിവ ദിവസവും അറിയാൻ ഡ്രീം കിച്ചൺ ഗാർഡൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് കൂടി ചെയ്യൂ. നിങ്ങളുടെ ഒരു ലൈക്കും ഷെയറും ഞങ്ങളെപ്പോലുള്ള ചെറിയ ക്രിയേറ്റേഴ്സിന് വലിയ പ്രചോദനമാണ്. കണ്ടതിന് ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.